ഹലോ ഗായ്സ്, ഇറ്റ് ഈസ് മീ ഷിഫ്നാസ്. ഞാൻ നിങ്ങളോട് ഇന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത് ബിഗ് ബോസ് ഹൗസിനുള്ളിൽ നടക്കുന്ന കുറച്ച് കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത്. നിങ്ങളെല്ലാവരും കണ്ടോ എന്ന് എനിക്കറിയില്ല. ഞാൻ കണ്ട കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. ഇന്ന് നടന്ന ഒരു ഇഷ്യൂ ആണ് ഷാനവാസും നെവിനും തമ്മിലുള്ളത്. അവർ ഇപ്പോൾ ബി ഹൗസിനുള്ളിൽ 3 ക്യാപ്റ്റന്മാരാണ് ഈ വീക്ക്. അതുകൊണ്ട് തന്നെ അവർ 3 പേരും സുഹൃത്തുക്കളാണ്. അവർ കുറേ എന്തെന്ന് പറയുക പാർഷ്യാലിറ്റീസും കാര്യങ്ങളും മറ്റുള്ള കണ്ടസ്റ്റൻസിനോട് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇന്നലെ അവർക്ക് മര്യാദക്ക് ഫുഡ് കിട്ടിയിട്ടില്ല. അവരത് പറയുന്നുണ്ട്, 2 നേരം മാത്രമേ അവർക്ക് ഫുഡ് കൊടുത്തുള്ളൂ. ഇതൊക്കെ ഇവിടുത്തെ നിയമമാണ്. ബി ഹൗസിനുള്ളിൽ ബിഗ് ബോസ് എന്ന് പറയുന്ന ആൾ ഇതൊന്നും കാണുന്നില്ലേ? ബാക്കിയുള്ളവർ ചെയ്യുന്നത് എന്താ? അതേപോലെ തന്നെ ഇന്ന് പാത്രം കഴുകില്ല എന്ന് പറഞ്ഞിട്ട് അടി ഉണ്ടായി. പാത്രം അവർ കഴുകി വെച്ചിട്ടുണ്ട്. ചെറിയ പൊടി ഇതൊക്കെ ഉണ്ടാവില്ലേ, അത് കുക്ക് ചെയ്യാൻ പോകുമ്പോൾ വീണ്ടും എടുത്ത് കഴുകണ്ടേ? ഇതിനൊന്നും ഇവർക്ക് പറ്റില്ലേ. നെവിൻ ചെയ്യുന്നത് എന്ത് ശുദ്ധ തെരുമാടിത്തരാണ് അവൻ ചെയ്യുന്നത്. ആ പാത്രം കഴുകിയില്ലെങ്കിൽ നെവിനെ അവർ കുക്ക് ചെയ്യില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾ പാത്രം കഴിക്കില്ല. അപ്പോൾ പിന്നെ അതിലേയും നൂറിയും കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അവർക്ക് വിശക്കില്ലേ, ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് അവർ കുറേ പേര് എന്ന് വെച്ചാൽ ഷാനവാസും നൂറ് എന്തൊക്കെ ഗുളികയും മെഡിസിൻസൊക്കെ കഴിക്കണതാണ്. ഷാനവാസിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹാർട്ടിൻ്റെ പ്രശ്നമുള്ള കാരണം ഒരറ്റാക്ക് കഴിഞ്ഞ മനുഷ്യനാണ്. അതുപോലും ഓർക്കാണ്ട് ഇവർക്ക് ഫുഡും അധികം കൊടുക്കണില്ല, ഒന്നും ചെയ്യണില്ല. ഇവരെന്ത് ക്യാപ്റ്റന്മാരാണ്? അതിൻ്റെ പേരിൽ ഇവർ കുക്ക് ചെയ്യാൻ കയറിയപ്പോൾ നെവിൻ എന്ത് ചെയ്തെന്ന് വെച്ചിട്ടാ പാലും പാക്കറ്റ് എല്ലാതും എടുത്തു കൊണ്ടുപോവുകയാണ് ചെയ്തത്. അപ്പം അത് കണ്ടിട്ടാണ് ഷാനവാസ് അവൻ്റെ നിന്ന് പിടിച്ചു വലിച്ചപ്പോൾ രണ്ടാളും തമ്മിൽ ഉന്തുന്തവളായി. ലാസ്റ്റ് നെവിൻ ഷാനവാസിൻ്റെ ഈ ഭാഗത്തേക്ക് നെഞ്ചത്തിൻ്റെ ഭാഗത്തേക്ക് ആ പാലും പാക്കറ്റ് വലിച്ചെറിയുകയാണ് ഉണ്ടായത്. അതിനുശേഷം ബിഗ് ബോസ് പറയേണ്ട കയ്യാങ്കളി പാടില്ല. പക്ഷെ ഇതിനു മുന്നേ തന്നെ ഒരു പരിപാടി ഉണ്ടായിരുന്നു. അനുവിൻ്റെ മേത്തേക്ക് വെള്ളം ഒഴിച്ചിട്ട് നെവിൻ കാണിച്ചിട്ടുള്ള കുറച്ച് തെമ്മാടിത്തരങ്ങളുണ്ട്. ഇതൊന്നും ബിഗ് ബോസിന് ചോദ്യം ചെയ്യാനോ ഒന്നിനും കഴിഞ്ഞില്ല. അന്ന് അത് ചോദ്യം ചെയ്തിട്ടുണ്ടെങ്കിൽ ഇന്ന് ഈ ഒരു അവസ്ഥ ഉണ്ടാവില്ലായിരുന്നു. ഷാനവാസിന് അറ്റാക്ക് കഴിഞ്ഞ കാരണം അവിടേക്കൊരു അടി കിട്ടിയപ്പോൾ അയാൾ അവിടെ നിന്ന് പോയിന്ന് അറിയാം. ലാസ്റ്റ് ഇപ്പോൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയേക്കാണ്. ജസ്റ്റ് ചിലപ്പോൾ പാനിക് അറ്റാക്കോ അങ്ങനെ എന്തെങ്കിലും ആയതായിരിക്കാം. പക്ഷെ എന്നാൽ കൂടിയിട്ട് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പാടുണ്ടോ? ഒരാളോട് മാത്രം ഒരു ഫേവറിസം, ഈ 3 പേരോട് മാത്രം ബിഗ് ബോസിന് എന്ത് ഫേവറിസം ഉള്ള പോലെയാണ് എനിക്ക് തോന്നുന്നത്. കാരണം അവരെന്ത് തെറ്റ് ചെയ്താലും ബിഗ് ബോസ് ചോദിക്കണില്ല. എന്നാൽ അന്ന് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ ലാലേട്ടൻ വന്നിട്ട് അവളോട് ഭയങ്കര ഹാർഷായിട്ടാണ് പെരുമാറുന്നത്. നെവിന് ഇതൊന്നും ബാധകമല്ലേ എന്നാണ് എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ളത്. നിങ്ങൾക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങളത് കമൻറ്റ് ചെയ്യണം കേട്ടോ. അതേപോലെ തന്നെ അതിനുശേഷം നെവിൻ പറയണത് ഇതൊക്കെ അടവാണെന്ന് പറയണം. ഒരാൾക്ക് മുന്നേ തന്നെ ഹെൽത്തിന് പ്രശ്നമുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ടും ഇതൊക്കെ ഷെയർ ചെയ്തിട്ടുള്ള അക്ബറിനോടാണ്. തനിക്ക് ഹാർട്ടിൻ്റെ പ്രശ്നമുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അക്ബറിനോട് പറഞ്ഞിട്ടുണ്ട് ഷാനവാസ്. കാരണം ഇവർ തമ്മിൽ ആദ്യമൊക്കെ നല്ല അടിയും കാര്യങ്ങളൊക്കെയാണ് ഉണ്ടായിരുന്നത്. തുടർന്ന് അത് ഷാനവാസ് അവനോട് ഷെയർ ചെയ്തതാണ്. പക്ഷെ അതൊന്നും അയാൾ ഓർക്കുന്നില്ല എന്ന് തോന്നുന്നുണ്ട്. കാരണം നെവിൻ ഷാനവാസ് അഭിനയിക്കുക എന്ന് പറഞ്ഞപ്പോൾ അതിനനുസരിച്ച് തുള്ളുകയാണ് അക്ബർ ചെയ്തത്. അക്ബർ പറഞ്ഞു ഷാനവാസ് അഭിനയിക്കുകയാണ്. ലാസ്റ്റ് കൺഫെഷൻ റൂമിലേക്ക് കൊണ്ടുപോവുകയും തുടർന്ന് പിന്നെ ഹോസ്പിറ്റലിലേക്ക് മാറ്റുകയാണ് ചെയ്തത്. ഈ ആഴ്ചത്തെ ഈ 3 ക്യാപ്റ്റന്മാരും ഇത്രയും വേസ്റ്റ് ആയിട്ടുള്ള ക്യാപ്റ്റന്മാർ ബി ഹൗസിൽ ഉണ്ടാവില്ല. കാരണം വിശന്നിരിക്കണം ബാക്കിയുള്ളവർ. അവർക്ക് മരുന്ന് കഴിക്കണം, അവർക്ക് ഫുഡ് കൊടുക്കാണ്ടിരിക്കണം, ഒക്കെ ഒരു എന്താ പറയുക പേഴ്സണൽ ഹേർട്ട് ഇഷ്യൂസ് കൊടുത്തിട്ട് ഭക്ഷണം കൊടുക്കാണ്ടിരിക്കണം ഒക്കെ ഭയങ്കര തെറ്റായിട്ടുള്ള കാര്യമാണ്. ഇപ്പോഴത്തെ ബി ഹൗസിൽ ആ കൂടി എന്താ പറയുക നല്ലപോലെ കളിക്കണത് സാബുമോൻ കളിക്കുന്നത്. പക്ഷെ സാബുമോനോടൊക്കെ ബിഗ് ബോസ് ചെയ്തൊരു കാരണം സാബുമോൻ നല്ലോണം ഗെയിം കളിച്ചിട്ടുണ്ട്. പക്ഷെ ഒക്കെ ആര്യനെ അവർക്കൊക്കെ ഫേവറിറ്റിസം പോലെയാണ് ബിഗ് ബോസ് ചെയ്യണത്. ഇവർ 3 ആളോട് മാത്രം ചോദിക്കാൻ എന്താ ബിഗ് ബോസിന് ഒന്നിനും പറ്റില്ല. അവർക്കെതിരെ ആക്ഷൻസ് എടുക്കാനൊന്നും ബിഗ് ബോസിന് പറ്റില്ല. എന്ത് ഗെയിം വന്നാലും നെവിൻ ഫസ്റ്റ് ടാർഗറ്റ് ചെയ്യണത് അനുവിന്. എന്തുകൊണ്ട്? അതേപോലെ തന്നെ ആദ്യമൊക്കെ രസമായിരുന്നു നെവിൻ്റെ ഓരോ കോപ്രായിത്തരം, ഇതൊക്കെ രസമായിരുന്നു. പക്ഷെ പോകെ ഭയങ്കര ഓവറാക്കി ചളാക്കാന്ന് പറഞ്ഞ പോലെയാണ് ഇപ്പോഴത്തെ അവസ്ഥ നെവിൻ്റെ. എന്തായാലും ഈ ശനി ഞായറും നെവിനും അതേപോലെ തന്നെ അക്ബറും ആര്യനും ഇവരിൽ 3 ആളിൽ ആരെങ്കിലും പുറത്ത് പോട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കാരണം അത്രയും മോശപ്പെട്ട പരിപാടികളാണ് അതിൻ്റെ ഉള്ളിൽ. അതേപോലെ തന്നെ ബിഗ് ബോസ് ഷാനവാസ് ഹോസ്പിറ്റലായതിനു ശേഷം ബിഗ് ബോസ് ഒരു അനൗൺസ്മെൻറ്റ് നടത്തുകയും
നിവിനൊരു വാണിംഗ് മാത്രമാണ് നിവിന് കൊടുത്തത് ബിഗ് ബോസ്. എന്നാൽ മുൻ സീസണിൽ ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ റിയാസിനെ ഇതേപോലെ തന്നെ ഫിസിക്കലി ചെയ്തപ്പോൾ റോബിന് അപ്പം തന്നെ വാണിംഗ് ഒന്നും കൊടുക്കാണ്ട് പുറത്താക്കി. അപ്പോൾ ഇതൊക്കെ എന്താ ബിഗ് ബോസേ? എല്ലാവരും ചോദിക്കുന്നത് അതേപോലെ തന്നെയല്ലേ. ഇവർക്ക് മാത്രം ഈ 3 പേർക്ക് എന്താ ഇങ്ങനെ ഫേവറിസം ചെയ്യണത്? ബാക്കിയുള്ള കണ്ടസ്റ്റൻസും അതേപോലെ തന്നെ അന്ന് റോബിന് വാണിംഗ് കൊടുത്തിട്ട് വിടാറുന്നില്ലേ? പിന്നീട് അങ്ങനെ എന്തെങ്കിലും ഉണ്ടാകുമ്പോൾ മാത്രം പുറത്താക്കിയാൽ മതിയിരുന്നില്ലേ? നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങളുടെ അഭിപ്രായം എന്താ വെച്ചാൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇതേപോലത്തെ വീഡിയോസിനായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക.